നമസ്കാരം. ബഹുമാന്യരെ, ഞാൻ മൊയ്തീൻ ഷാ, വോയിസ് ഓഫ് ഇന്ത്യൻ മുസ്ലിം എന്ന സംഘടനയുടെ ചെയർമാൻ. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെയും എൻ്റെ ഗ്രൂപ്പിൻ്റെയും അഭിനന്ദനങ്ങളും ആശംസിക്കുന്നു. മലബാർ മേഖലയിൽ ഒരു അതിർത്തി തർക്കത്തിൽ ഞാനും ഭാഗവാക്കായി പങ്കെടുക്കേണ്ടി വന്നു. അതിൽ ഒരു കക്ഷി MP-യാണ്. MP-യുടെ കുടുംബം MP-യുടെ വീടാണ്. മറ്റു കക്ഷി വേറെ. അപ്പോൾ സർക്കിൾ ഇൻസ്പെക്ടറെല്ലാം അവിടെ സദസ്സിൽ വന്നിട്ടുണ്ട്, സൈറ്റിൽ വന്നിട്ടുണ്ട്. ഞാൻ ചെന്നു. സർക്കിള് അങ്ങനെ ഒരു ആശംസ പോലെ അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു. അതിനുശേഷം നമ്മുടെ MP വന്നു. ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ ശ്രമിച്ചു. സർക്കിൾ സമ്മതിച്ചില്ല ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ. ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാനും വാങ്ങിക്കാനും ആ പ്രശ്നം അങ്ങനെ നടന്ന് പിന്നീട് തീർന്നു പോയി. അതിനുശേഷം ഞാൻ ഈ CA സർക്കിൾ ഇൻസ്പെക്ടർ ചോദിച്ചു, എന്താണ് സാർ ഇത് MP ഷെയ്ക്ക് ഹാൻഡ് ചെയ്യാൻ വന്നിട്ട് അങ്ങ് നിരസിച്ചത്? അത് മറ്റൊന്നുമല്ല ഷാ, MP അന്ന് അതിലെ ഒരു കക്ഷിയുടെ മെയിൻ ആളാണ്. രണ്ട് കക്ഷിയാണല്ലോ തർക്കം വരുമ്പോഴേ. അതിൽ ഒരു കക്ഷിയുടെ മെയിൻ ആളാണ്, മറ്റേ കക്ഷി വേറെയാണ്. അപ്പോൾ ഒരു കക്ഷിയുടെ മെയിൻ ആൾക്ക് വന്നെനിക്ക് കൈ തരുമ്പോൾ ഞാൻ കൈ കൊടുത്താൽ നാട്ടുകാർ അല്ലെങ്കിൽ മറ്റേ എതിർകക്ഷി എന്ത് ചെയ്യും? ഇയാളുടെ പക്ഷപാതിയാണ് അല്ലെങ്കിൽ ഇയാളുടെ വാൽ തൂങ്ങാൻ നിൽക്കുന്നതാണ് തോന്നൂലേ? എത്ര സൈക്കോളജിയാണത്, എത്ര മനഃശാസ്ത്രമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ബുദ്ധിയുടെ അംശം നമുക്കുണ്ടല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കി. ആ സർക്കിൾ പറഞ്ഞത് ഒരു MP ആണെന്ന് ഓർക്കണം. എന്നെ അപേക്ഷിച്ച് MP ഏറ്റവും ഉയർന്ന റാങ്കാണത്. ഞാനൊരു പഞ്ചായത്ത് മെമ്പർ പോലും അല്ല, അല്പം ഉണ്ടെന്നുള്ളൂ. പക്ഷെ അദ്ദേഹം കണ്ട് എന്നെ അവിടെ കണ്ട് അത് നിഷ്പക്ഷം നിൽക്കുന്ന മൂന്നാമത്തെ ആളാണ്. ഇത് ഒരു കക്ഷി പ്രതിയുടെ മെയിൻ കക്ഷി ആളാണ്. ഞാനിത് പറയാൻ കാരണം അതിന് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇതിപ്പോൾ ഒരു ആവശ്യം വന്ന് പറയണം. ഈ മുനമ്പം കേസിൽ അത് പ്രമാദമായൊരു കേസ് വർഷങ്ങൾ നടക്കുകയാണ്. അതിനെ അന്വേഷിക്കാൻ രണ്ടാമതൊരു കമ്മീഷൻ വെച്ചു. അത് രാമേന്ദ്രൻ പിള്ള ഒരു ജഡ്ജിയാണ്, റിട്ടയർഡ് ജഡ്ജിയാണ്. അദ്ദേഹം വെച്ചു. അദ്ദേഹം അന്വേഷിക്കണം, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ അങ്ങനെ കേസ് ഇതിൻ്റെ ഒരു അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയ ഒരു എൻ്റെ ഓഫീസർ അല്ലെങ്കിൽ അതിൻ്റെ ഉന്നതാധികാരി രണ്ട് കക്ഷിയിൽ ഒരു കക്ഷിയിൽപ്പെട്ട ആൾക്കാരെ യോഗത്തിൽ പോയി ഗ്യാരണ്ടി കൊടുത്തു എന്നാണ് ഇപ്പോൾ എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. ശരിയോ തെറ്റോ എനിക്കറിയില്ല. തെറ്റാണെങ്കിൽ ക്ഷമിക്കാൻ ഞാൻ ക്ഷമ ചോദിക്കാം. ശരിയാണെങ്കിൽ കാര്യം വന്നത്. അതെന്ത് ന്യായമാണത്? ഒന്നുകിൽ ഒരു MP ആയിരുന്നു മറ്റ് MP എന്നിട്ട് ആ സർക്കിൾ ഇൻസ്പെക്ടർ അവിടെ സദസ്സിൽ വെച്ച് കൈ കൊടുത്തില്ല. അതുപോലെ ഇത് അന്വേഷണ കമ്മീഷൻ്റെ ഏകംഗ കമ്മീഷൻ ചെയർമായ ശ്യാമേന്ദ്രൻ നായർ, അദ്ദേഹം സദസ്സ് എതിർ കക്ഷിയുടെ അല്ലെങ്കിൽ ഒരു കക്ഷിയിലെ അവർ എതിർകക്ഷിയാണ്. അവർ അനുകൂല പ്രതികൾ കക്ഷിയാണ്, എതിർകക്ഷിയാണ് പ്രതികൾ, വാദികളുടെ കക്ഷി അല്ലല്ലോ. അതിൽ ചെന്നിട്ട് വാക്ക് കൊടുത്തെങ്കിൽ വോയിസ് ഓഫ് ജസ്റ്റിസ് ചെയർമാനും കൂടിയാണ്. ഹൈക്കോടതിയിൽ 10-60 വർഷമായിട്ട് ഹൈക്കോടതിയായിട്ട് ബന്ധപ്പെട്ടുള്ള ആളാണ്. സുപ്രീം കോടതി ജഡ്ജിമാരായിട്ട് പോലും നമുക്ക് ചില ബന്ധങ്ങൾക്കുള്ള. അത് തന്നെ ലോകത്തെ ഇന്ത്യൻ നിയമം മാത്രം ലോക നിയമത്തെക്കുറിച്ചും കുറച്ചൊക്കെ നമ്മൾ അറിയാവുന്ന ബുദ്ധി ഉപയോഗിച്ച് മനസ്സിലാക്കിയുള്ള എന്ത് ന്യായമാണ് സാർ അത്? എന്ത് ന്യായമാണ് പിണറായി സഖാവ്? എന്ത് ന്യായമായി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് മേലധികാരികൾ? എന്താണത്? എന്താണ് ഇന്ത്യയിലെ ഇന്നത്തെ അവസ്ഥ? ഇതൊക്കെ സമ്മതിക്കാവോ? ശരിയാണോ അത്? ഇവിടെ ഇത് കേട്ട് എനിക്കെന്താ മെസ്സേജ് അയച്ചിട്ടുണ്ടോ? ഡൂ ഓർ ഡൈ എന്ന് പറഞ്ഞത്. ഇങ്ങനെ അനീതി ചെയ്യുകയാണെങ്കിൽ പിന്നെ ചാവുകല്ലിൽ മരിക്കുക, പ്രവർത്തികളിൽ മരിക്കുക എന്ന് പണ്ട് ഇന്ന് ഗാന്ധിജിയിലെ പറഞ്ഞു ഡൂ ഓർ ഡൈ എന്ന് പറഞ്ഞു. ആ പ്രവർത്തിക്കല്ല, ഇവിടെ കൊന്നുകൊണ്ട് മരിക്കാന്നുകൊണ്ട് വരുന്നുണ്ട്. അതിന് അർത്ഥമുണ്ട്. ഒരു ദുർവ്യാഖ്യാനമുണ്ട്. അത് സംഘർഷമാവൂലേ? അങ്ങനെ ഒരു സംഘടന ആവൂലേ? വലിയ വിപ്ലവമാവൂലേ? കൊലപാതകമാവൂലേ? മരണങ്ങളാവൂലേ? എന്താണ് നമ്മുടെ ഗവൺമെൻറ്റും നമ്മുടെ കോടതിയും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, തീരുമാനിക്കുന്നത്? വളരെ വികാരപരമായിട്ടും നമ്മൾ വഴങ്ങില്ല. നമ്മളെ ശാന്തനാണ്, അത് ചെയ്യാനും പറ്റില്ല. പക്ഷെ അനീതി കാണുമ്പോൾ അതിനെ പ്രതികരിക്കണ്ടേ? ന്യായമാണോ അത്? രണ്ട് കക്ഷികളുള്ള ഒരു കാര്യത്തിൽ ഇടപെടുന്ന ഒരു കമ്മീഷൻ അതൊരു കക്ഷിയുടെ യോഗത്തിൽ പോയിട്ട് നിങ്ങൾക്ക് അനുകൂലമായിട്ടല്ലേ നിങ്ങളെ ഒന്നും മാറ്റൂല എന്ന് എന്തോ അവർക്ക് അനുകൂലമാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഞാൻ 100% വിശ്വസിക്കുന്ന അദ്ദേഹം ബുദ്ധിമാനാണ്, മാന്യനാണ്, റിട്ടയർഡ് ജഡ്ജി, അദ്ദേഹം പോയിട്ട് കാണൂല എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാരണം അത്ര ഗുരുതരമായ ആരോപണം അഴിമതിയായിരിക്കും. ഇവിടെ കളിക്കുന്ന കളി സാമാന്യ ബോധമുള്ള അല്ലെങ്കിൽ ബോധ്യമുള്ള പബ്ലിക് പൊതുജനങ്ങളെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ RSS സംഘപരിവാറോ സഭയോ ഒന്നും അല്ല. ഇവിടെ LDF എന്തുകൊണ്ട് കേരളത്തിൻ്റെ കടൽ തീരങ്ങളിൽ നമ്മൾ എത്രയെല്ലാം ശ്രമിച്ചാലും എന്ത് വില കൊടുത്താലും ഒരു 50 ഏക്കറുകളും കിട്ടാനുള്ള സാധ്യതയില്ല. എല്ലാം ഓക്യുപ്പൈഡാണ്, കൈവശപ്പെടുത്തി കഴിഞ്ഞു, അല്ലെങ്കിൽ അവിടെ പോയി കഴിഞ്ഞു. അങ്ങനെയുള്ള കേരളത്തിൽ 500 ഏക്കർ എന്ന് പറയുന്നത് അത് വില മതിക്കാൻ പറ്റാത്തതാണ്, വില നിർണ്ണയിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ ഈ 50,000 കോടി രൂപ എന്ന് പറഞ്ഞാൽ നമ്മളതിന് മഹത്ത് പറയണമെങ്കിൽ കേരളത്തിൽ ഒരു കൊല്ലത്തെ ബഡ്ജറ്റ് അറിയണം. എത്ര കോടിയുണ്ട് ഒരു കൊല്ലത്തെ ബഡ്ജറ്റ്? ഇത് താഴ്ത്തി ചെയ്യുമ്പോൾ ഇത് 50,000 കോടി എത്ര വലിയ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, നീതി എവിടെ, ന്യായം എവിടെ, സത്യം എവിടെ, മര്യാദ എവിടെ? ബാബരി മസ്ജിദ് ഇഷ്യൂ പോലെ അതൊരു സമുദായത്തിൻ്റെ കാര്യമാണ്, വ്യക്തിയുടെ കാര്യമില്ല. അതുപോലെ അതിൽ വിട്ടുവീഴ്ച ചെയ്ത് അവസാനം കോടതിയുടെ വാക്കുകൾ നമ്മൾ തീരുമാനിച്ചു. അത് നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞ അന്ന് ആദ്യമേ തന്നെ വിട്ടുകൊടുത്തെങ്കിൽ ഇന്ന് സ്വർണം കൊണ്ടൊരു പള്ളി ഉണ്ടാക്കി തന്നെ. അതെല്ലാം കഴിഞ്ഞപ്പോഴാണ് ബുദ്ധി ഉദിച്ചത്. അപ്പം അതിൻ്റെ കാര്യമില്ല. അതുപോലെ ഇതിലെങ്കിൽ കേരളത്തിൽ തോറ്റുപോയാൽ മുസ്ലിം ലീഗിലായാലും ശരി, വേറെ ഏത് ലീഗിലായാലും ശരി, ഏത് മാന്യ പൊതു മുതലാളിമാരായാലും ശരി, നേതാക്കളായാലും ശരി, നിങ്ങൾക്ക് പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അവിടെ നീതിയില്ലാതെ വരും. നമുക്ക് നീതിയാണ് വേണ്ടത്. കോടതി തീരുമാനിക്കിട്ടുന്ന നീതിയാണ്. അപ്പോൾ കോടതി തീരുമാനിക്കിട്ടെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും കോടതിയുടെ വിവേചനാധികാരം ഉപയോഗിച്ച് അല്ലെങ്കിൽ സർക്കാരിൻ്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് ഒരു അന്വേഷണ കമ്മീഷൻ വയ്ക്കാം. ഓപ്ഷമാൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾ കേട്ടില്ലേ? അല്ലെങ്കിൽ കോടതിയുടെ അന്വേഷണ ഏജൻസികളും അന്വേഷണ ഉദ്യോഗസ്ഥർ എന്നൊക്കെ പറഞ്ഞ് കേട്ടില്ലേ? അത് കോടതിയുടെ വിവേചനാധികാരമാണ്, സർക്കാരിൻ്റെ പ്രത്യേക അവകാശം, അതിലൊന്നും തെറ്റില്ല. പക്ഷെ അങ്ങനെ വെച്ച ഒരു കമ്മീഷൻ അംഗം, അത് ഒറ്റ ഏക കമ്മീഷൻ, സാധാരണ ഇത് ഏക കമ്മീഷൻ വഹിക്കാറില്ല. നിങ്ങൾ ഞങ്ങൾക്ക് 3 അംഗം മിനിമം ഉണ്ട് എന്നറിയോ? ഒരു അഭിപ്രായ വ്യത്യാസം ഭൂരിപക്ഷം നോക്കാനൊക്കെ കേട്ടാ. ഇത് അന്ന് ഒരു നിസാർ കമ്മീഷൻ വെച്ച് ഇതിലൊക്കെ ആത്മഹത്യയോട് സംശയമുണ്ട്. ഇങ്ങനെ വരുമ്പോൾ 3 അംഗ കമ്മിറ്റിയിലും വഹിക്കണം. അതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്ന നിയമവശം. കോടതിയിൽ ഒറ്റ ജഡ്ജിമാരല്ലേ വയ്ക്കുന്നത്, 3, 5 അങ്ങനെ ഒറ്റപ്പെട്ടതിലല്ലേ വയ്ക്കുന്നത്, അല്ല ഇരട്ട സംഖ്യ വയ്ക്കാറില്ലല്ലോ. അതിൽ പങ്കിടുമ്പോൾ ഒപ്പം വന്നാൽ ബുദ്ധിമുട്ടായതുകൊണ്ട് എന്തുമായിട്ട് അത് സർക്കാർ അത് അദ്ദേഹം അങ്ങനെ ഒരു കക്ഷിയുടെ യോഗത്തിൽ പോയി അങ്ങനെ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് 100% തെറ്റാണെന്നാണ് ഞങ്ങൾക്ക് പറയാം. ചെയ്തിട്ടുണ്ട് ഇല്ലെന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഈ മനുഷ്യനെക്കുറിച്ച് പറയുമ്പോഴേ ഒരു 1-2 കാര്യം ഞാൻ സൂചിപ്പിക്കേണ്ടി വരും. ഒന്ന്, കണ്ണീര് രക്തമല്ല വരുന്നത്, കണ്ണീരിൽ രക്തം വരാണ്. ഞാൻ 1-2 സൂചിപ്പിക്കാം, നിർത്താറുണ്ട്. മനുഷ്യൻ മനോഹരൻ, എത്രയോ നല്ല പദം മനസ്സിൽ തട്ടിപ്പൊണ്ട് പറഞ്ഞു മാക്സിം ഗോർക്കി. മനുഷ്യൻ എന്ന വാക്ക് നല്ല മനോഹരമായ പദമാണ്, പക്ഷെ അവൻ്റെ മനസ്സിൽ തട്ടിപ്പെടുന്നതാണ് മാക്സിം ഗോർക്കി എന്ന ചിന്തകൻ പറഞ്ഞത്. ഇതിന് മറുവശമുണ്ട്. ദൈവം അല്ലെങ്കിൽ അള്ളാഹു മനുഷ്യ സൃഷ്ടിച്ചപ്പോൾ മാലാഖമാരിൽ മലക്കുകൾ അവർ പറഞ്ഞു, ദൈവമേ എന്തിനാണ് ഇന്ന് നല്ലൊരു ശതമാനം, ഇന്നോടെ ആദമിൻ്റെ കാലം മുതൽ നല്ലൊരു ശതമാനം വളരെ വൃത്തികെട്ട ഒരു മോശക്കാരുമാണ്. ആദമിൻ്റെ ഒരു മകനല്ലേ സ്വന്തം അനുജനെ കൊന്നത്, അവിടെ മുതൽ തുടങ്ങിയില്ലത്. ഇത് പറയുമ്പോൾ 2-3 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ നിർത്താം. എന്താ കാര്യം അറിയോ? ഏതൊരു ആഫ്രിക്കൻ കൺട്രിയിൽ പട്ടിണി, ദാരിദ്ര്യം, ഒരു അസ്ഥി കൂടെ മാത്രമുള്ള ഒരു 4-5 വയസ്സുള്ള കുട്ടി ഒരു വിജനമായ സ്ഥലത്ത് നിൽക്കുന്നു. ഒരു കഴുകൻ വന്ന് ആ കുട്ടിയെ തിന്നുകൊണ്ടിരിക്കുകയാണ്. അത് വീഡിയോയിൽ പകർത്തിയ ആ ഫോട്ടോഗ്രാഫർക്ക് നാഷണൽ ഇൻ്റർനാഷണൽ അവാർഡ് കിട്ടി. ആ അവാർഡ് ദാനം വിതരണം ചെയ്തുകൊണ്ട് ബുദ്ധിമാനായ മനുഷ്യനായ ജഡ്ജി പറഞ്ഞു, മനുഷ്യ, നിങ്ങൾക്ക് അവാർഡ് കിട്ടിയല്ലോ, സന്തോഷം, ഞാൻ അവാർഡ് ചെയ്യുന്നു. പക്ഷെ അല്ല, ഏതാനും മാസത്തെ ഭ്രാന്ത് പഠിച്ച് ഓടി നടന്ന് അവസാനം ചത്തുപോയി. ശരിയല്ലേ? അയാൾക്ക് രക്ഷപ്പെടുത്താൻ പാടില്ല കുഞ്ഞിനെ, ചെയ്തോ? അപ്പോൾ അവനെയൊക്കെ മനുഷ്യൻ പറയാൻ പറ്റുമോ? മറ്റൊന്ന്, പത്മതീർത്ഥക്കുളം ട്രിവാൻഡ്രത്ത്
അവിടെ ഒരു മാനസിക രോഗിയെ കുളത്തിലാക്കി കുളിക്കാൻ പറ്റില്ല, ഇറങ്ങാൻ പാടില്ല നിയമം. സെക്യൂരിറ്റി മാനസിക രോഗികൾ കയറിപ്പോകാൻ പറഞ്ഞ് കയറിപ്പോയില്ല. അവനെ കുളത്തിലിറങ്ങി ചെന്ന് മാറ്റിയപ്പോൾ അവനെ ആക്രമിച്ച് ഇയാൾ കൊന്നു. ഏത് അക്രമിയെ അല്ല കൊന്നു, അക്രമി ഇയാൾ കൊന്നു. 100 ആൾക്കാരപ്പുറത്ത് വീഡിയോയിൽ പകർത്തുന്നുണ്ട്. ഒരാൾ രക്ഷിക്കാൻ പോയില്ല. അത് കഴിഞ്ഞ് പോലീസൊക്കെ വന്ന് അറിഞ്ഞു വന്നപ്പോൾ ഈ കൊലയാളിയെ തെരുവിൽ കയറ്റിയപ്പോൾ പലരും അയാളെ ഉപദ്രവിച്ചു, ആക്രമിച്ചു. പൈസകളിലെ പിഞ്ച് കുഞ്ഞുങ്ങളെ ബോംബിട്ട് കൊന്ന ഇസ്രായേലിലേക്ക് പിന്നെ ഗാസക്കാർ അല്ലെങ്കിൽ ഹമാസ് കയറി, അത് തെറ്റേന് സംശയമൊന്നുമില്ല. അതിൽ ശക്തമാണ് ഞങ്ങൾ പറയുന്നത്, ഇപ്പോഴും പറയുന്നത്, അന്നും ഇന്നും പറയുന്നു ഇസ്രായേൽ സപ്പോർട്ട് ചെയ്യാണ്. അല്ലെങ്കിൽ ഇസ്രായേലിൽ ഈ ആൾക്കാർ ഇങ്ങനെ കയറും, ഇസ്രായേലിലെ കമ്മ്യൂണിക്കേഷൻ വിങ്ങെല്ലാം ഓഫ് ചെയ്തിട്ട് ഡോർ തുറന്നിട്ടേക്കരുത്, അങ്ങനെ ചെന്ന് ആക്രമിച്ചൊക്കെ അത് വേറെ വശം. ഏതായാലും ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ കൊന്നത് അതും മനുഷ്യർ പറയാൻ പറ്റൂ? എന്താ നിങ്ങൾ ചിന്തിക്കുന്നത്? നിങ്ങൾക്ക് ആരാണ്? അതൊക്കെ സമ്മതിച്ചു, ഞാനതിന് കുറ്റപ്പെടുന്നില്ല. പക്ഷെ ഈ പിഞ്ച് മക്കളെ എന്ത് ന്യായമാണ് കൊല്ലുന്നത്? അറിഞ്ഞുകൊണ്ട്, ചില അറിയാതെ. ഇപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്ന വഴിക്ക് പൂച്ചക്കൂട്ടി ചാവും, അല്ലെങ്കിൽ തവള ചാവും, ചിലപ്പോൾ മനുഷ്യ വെച്ച് അതിരിക്കും, ചിലപ്പോൾ അറിയാതെ, നമ്മൾ കരുതി കൂട്ടില്ല. ഇത് ബോംബിട്ടാൽ ആൾ കൊല്ലുമെന്നും അവിടെ കുഞ്ഞുമക്കളുടെ നിന്നും അറിഞ്ഞുകൊണ്ട് തന്നെ ഇസ്രായേൽ കോടാനകോടി ഡോളറും മുടക്കി, തെറ്റിന് യാതൊരു സംശയത്തില്ല. എന്നിട്ട് എന്ത് നേടിയെന്നുള്ളതാണ്. നമ്മളെന്ത് നേടി? ഒന്നും നേടിയില്ല. അതുപോലെ നീതിക്കെതിരെ, സത്യത്തിനെതിരെ കഴിവുള്ളവർ നിന്നാൽ അത് ദൈവകോപം വലിച്ചു വരും. വലിയ ബുദ്ധിമുട്ടാണ്, വലിയ അപകടമാണ്. രാജ്യത്ത് അരാജകത്വം ഉണ്ടാവും. അരാജകത്വം ഉണ്ടെങ്കിൽ അതിൽ ആരാണ്? ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. പുൽപ്പള്ളി വെടിവയ്പ്പിൽ വർഗീസ് മരിച്ചു. വർഗീയവാദിയോ അല്ലെങ്കിൽ നെക്സൈറ്റോ ഒന്നുമല്ല, സാധാരണ മനുഷ്യനാണ്. ആൾക്കൂട്ടം കണ്ടപ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടി ഒന്ന് എത്തി നോക്കി, വെടി വന്നപ്പോൾ അത് മരിച്ചുപോയി. അപ്പോൾ ഒരു വഴക്കും മക്കളിപ്പോൾ നിരവധി. എനിക്ക് വരും ജീവങ്ങളെ പോകാൻ പാടില്ലേ? എൻ്റെ ജീവൻ വരും. എനിക്ക് റോഡിൽ നടക്കാതിരിക്കാൻ പറ്റുമോ? വീട്ടിൽ തന്നെ കുത്തിയിരിക്കാൻ പറ്റുമോ? ഒരു റൈറ്റ്സ് അല്ലെങ്കിൽ ഒരു അക്രമം ഉണ്ടായാൽ ചിലപ്പോൾ എൻ്റെ വരും ജീവൻ പോകില്ലേ? അല്ലെങ്കിൽ മറ്റാൾ ജീവൻ പോകില്ലേ? നിരപരാധികൾ ജീവൻ പോകില്ലേ? അതൊക്കെ കൂട്ടു നിൽക്കും നമ്മുടെ ഗവൺമെൻറ്, നമ്മുടെ കോടതി, നമ്മുടെ പോലീസ്, നമ്മുടെ അന്വേഷണ കമ്മീഷൻ. അതിന് കൂട്ടു നിൽക്കാൻ പാടില്ലെങ്കിൽ സത്യം സത്യമായിട്ട് വരും. അങ്ങനെ ഭൂമി വാങ്ങിയിട്ടുണ്ടെങ്കിൽ, ഇന്നാൾ ഒരു മഹാൻ പറഞ്ഞു, വാങ്ങുന്ന ആൾക്ക് എന്ത് വേണം? ഫോട്ടോ വേണം, മറ്റേ ID കാർഡ് വേണം, ഡിജിറ്റൽ കാർഡ് ഇതൊക്കെ ഉള്ളതാണ്. ഇപ്പോൾ പണ്ടൊന്നുമില്ല, നമ്മൾ എഴുതി കൊടുക്കും, അത് ചെയ്തു തരും, വീഴ്ച കിട്ടും പോരും. ഒരാൾക്കില്ല, പിടിക്കില്ല, ഒന്നുമില്ല. ഒരേലും എഴുത്താരെടുത്തില്ല കാര്യം പറയുമ്പോൾ അവന് മനസ്സിൽ വിചാരിച്ച് ഇന്നെ അതാണ് അത് കിടക്കും. അന്ന് ഈ 50 വർഷം മുമ്പൊക്കെ അങ്ങനെയൊക്കെയാണ്. അല്ല ഇന്നത്തെ പോലെ ഒന്നുമില്ല. അങ്ങനെ ചെയ്ത് വാങ്ങിച്ചാൽ അത് ശരിയാണെന്ന് പറയാൻ, അതിന് വിലയുണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ വില ഉണ്ടോ ഇല്ല എന്നുള്ളത് കോടതി തീരുമാനിക്കണത്. അപ്പോൾ അങ്ങനെ ആത്മാർത്ഥമായിട്ട് പണം മുടക്കി വാങ്ങിയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ മാനുഷിക പരിഗണന വെച്ച് അത് ചിന്തിക്കേണ്ടതാണ്. അനുകൂലമായിട്ടും ചിന്തിക്കണം. അതെല്ലാം കയ്യേറിയവർ 5 സെൻറ്റ് ആധാരം ചെയ്ത് വാങ്ങിച്ചിട്ട് 50 സെൻറ്റ് കയ്യേറി, 1 ഏക്കർ കയ്യേറി, 2 ഏക്കർ കയ്യേറിയുള്ളവരൊക്കെ അതിലൊക്കെ എന്ത് ന്യായമാണ്? അപ്പം അവരൊക്കെയല്ല ഈ സമരം ചെയ്യുന്നത്. ഈ 10,000 രൂപ മുടക്കി സമരം ചെയ്യുന്നത് ഈ റിസോർട്ട് മാഫിയകളാണ്. അതിന് സഭയെ വേറെ കരുക്കളാക്കാണ്. മീൻപിടുത്തക്കാരും കരുക്കളാക്കും. ഒറ്റ മീൻപിടുത്ത ഒന്നും അതിൽ യോഗത്തിലോ അല്ലെങ്കിൽ അതിൽ നേതാക്കളൊന്നും കാണുന്നില്ല. ആകെ 122 പേരുള്ളൂ മത്സ്യത്തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ, ഏത് ജാതിയിൽപ്പെട്ടാണെങ്കിലും. അത് ഈ ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ടുണ്ട്. അപ്പം ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, ന്യായാന്യായങ്ങളിൽ അല്പമെങ്കിലും സത്യമില്ലെങ്കിൽ അതിൻ്റെ വില ഭവിഷ്യത്ത് വളരെ വലുതായിരിക്കും. ആ ഭവിഷ്യത്ത് എന്നതിൽ അതിൻ്റെ ആ ക്ഷീണം അത് എനിക്കും നിങ്ങൾക്കും ബാധകമാകാം. നമുക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. നമ്മളെല്ലാം സാമൂഹിക ജീവിയാണ്, മനുഷ്യൻ സാമൂഹിക ജീവിയാണ്. അപ്പോൾ സമൂഹത്തിൽ ജീവിച്ചേ പറ്റൂ. ആ സമൂഹത്തിൽ ജീവിക്കാൻ നമ്മൾ ഇറങ്ങുമ്പോൾ ഇപ്പോൾ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറയാം, അറിവിൻ്റെ ഇതോടെയാണ്. മുല്ലപ്പെരിയാർ ഇഷ്യൂ ഞങ്ങൾ സമഞ്ഞതാണ് ഇഷ്യൂ. അപ്പോൾ ബാംഗ്ലൂരുള്ള വിചാരിക്കും എനിക്കെന്ത് പ്രശ്നം, ട്രിവാൻഡ്രത്തുള്ള വിചാരിക്കും എനിക്കെന്ത് പ്രശ്നം, അത് മലബാറിലുള്ളവർക്ക് എന്ത് പ്രശ്നം, ഇനി പ്രധാനമന്ത്രി വിചാരിക്കും എനിക്കെന്ത് പ്രശ്നം, ഞാൻ ഡൽഹിയല്ലേ, ഞാൻ ഹെലികോപ്റ്ററിൽ നടക്കുന്നത് എന്ന് വിചാരിക്കുക. പക്ഷേ ഇത് മുന്നറിയിപ്പ്, ഡാം പൊട്ടുന്ന മുന്നറിയിപ്പ് കിട്ടില്ലല്ലോ.
ഏതായാലും മിനിറ്റുകളോ മണിക്കൂറൊക്കെ മുന്നേറി പോയിട്ടുള്ളൂ. നമ്മൾ ഓൺ ദ വേയിൽ ആ ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നെങ്കിലോ രക്ഷപ്പെടാൻ പറ്റുമോ? വണ്ടി ഓടിച്ചു വരികയാണ്, ഹെലികോപ്റ്ററിൽ ഇറങ്ങി, അതായത് എയർപോർട്ടിൽ ഇറങ്ങി, അവിടെ നിന്ന് നമ്മൾ ബെൻസ് കാറിൽ പ്രധാനമന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രി അല്ലെങ്കിൽ മറ്റു മന്ത്രിമാർ വരാണ്. ആ സമയത്താണ് ഈ വെള്ളം എന്തെങ്കിലും പിടിച്ചു നിർത്താൻ പറ്റുമോ? അപ്പോൾ അവിടെ അപകടം സംഭവിക്കാം, അപകടം പതിയിരിപ്പുണ്ട്. അതുകൊണ്ട് നമ്മൾ ആരും ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനും അപകടമുക്തമല്ല. ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റു രീതിയിൽ അപകടത്തിൽ പെടാവുന്നതാണ്. ഈ ശ്വാസം എങ്ങനെ നിന്നവർ ഇങ്ങനെ കാണിക്കണം നമ്മുടെ ഹൃദയം, അത് ഇങ്ങനെ കാണിച്ചാൽ തീർന്ന്, ഇങ്ങനെ കാണിച്ചാൽ തീർന്നു, അത് കണ്ടിരിക്കണം. അപ്പം അതുകൊണ്ട് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ബഹുമാന്യരെ, മനുഷ്യകുലമേ, നിങ്ങൾ മൃഗസ്വഭാവം കാണിക്കാതിരിക്കുക. ഈ മൃഗസ്വഭാവം കാണിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ ഒരു തെറ്റുണ്ട്. അതുകൂടി പറഞ്ഞു നിർത്താം. അതെന്താണെന്നറിയോ? നിങ്ങൾ കണ്ടു കാണും ചാനലിൽ ഒരു കടുവ ഒരു മാൻകുട്ടി പ്രസവിച്ചെടുക്കുന്നു. പ്രസവിച്ചിട്ട് അമ്മ എങ്ങനെയോ പോയി, ഭക്ഷണം തേടി പോയെന്നാൽ പോയി. ഈ കടുവ വരുമ്പോൾ ഈ മാൻകുട്ടി മാത്രമേ ഉള്ളൂ. ഇത് അവരെ മാളത്തിൽ കൊണ്ട് അതിനെ ശുശ്രൂഷിച്ച് വളർത്തി മുലപ്പാൽ കൊടുത്ത് വളർത്തിയായിട്ട് കാണുന്നുണ്ട്. ഇത് അഭിനയാണെന്ന് എനിക്കറിയില്ല, ഞാൻ ചാനൽ കണ്ടത്. ഒന്ന് ആലോചിച്ച് നോക്കി. ആ കടുവയ്ക്ക് പോലും, സാധാരണ കടുവയൊക്കെ മൃഗങ്ങളെ കണ്ടാൽ, അതിപ്പോൾ തന്നെക്കാൾ ചെറിയ മൃഗങ്ങൾ കണ്ടാൽ തിന്ന തീരുള്ളൂ, വേറെ ഒരു ചോദ്യോടെ ഇല്ല. ആ കടുവയ്ക്ക് ഒരു കുഞ്ഞു മക്കളോട്, അശരണരായ കുഞ്ഞു മക്കളോട് ഇത്രയും സ്നേഹം കാണിച്ചെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇസ്രായേൽ മൃഗങ്ങളെ, നിങ്ങൾ ഫലസ്തീനിലെ ആ കുഞ്ഞു മക്കളെ ബോംബിട്ട് കൊന്നത് എന്ത് ന്യായീകരണമാണ്? നിങ്ങൾ എന്ത് ന്യായീകരണം പറയും? നിങ്ങൾ ഹമാസിൻ്റെ പട്ടാളക്കാരെ കൊന്നോ? ഹമാസിൻ്റെ വീട് തല്ലിപ്പൊളിച്ചൊക്കെ ചെയ്യും. പക്ഷേ ഈ കുഞ്ഞു മക്കൾ കൊണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഒന്നും ന്യായമുണ്ടോ? അതിനു വേണ്ടി വാദിക്കുന്ന ലോകത്തെ ചില കുബുദ്ധികളുണ്ടെങ്കിൽ, ഇന്ത്യയിൽ ഉണ്ടാവില്ലേ ഉണ്ടെങ്കിൽ, അവരോട് ചോദിക്കുകയാണ്, എന്താണോ ന്യായം? അതിന് എത്ര സന്തോഷമാണ്. നിങ്ങളുടെ ചാനൽ ചർച്ചയിൽ വന്നിട്ട് ഇസ്രായേലിന് വേണ്ടി വാദിക്കുമ്പോൾ എത്ര സന്തോഷമാണ്. നിങ്ങൾക്കറിയോ, ഇസ്രായേൽ അവിടെ നിന്ന് ചിഹ്നഭിന്നായി പോയപ്പോൾ അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ജപ്പാനും ഇറ്റലിയും റഷ്യയും എല്ലാം കൂടി ഓടിച്ചു വിട്ട് ആത്മരക്ഷാതെ വന്ന കപ്പൽ മുക്കി. അങ്ങനെ നിന്ന സമയത്ത് ഈ പലസ്തീനിലെ അറബികളാണ്, നിങ്ങൾ വരുമോ, നമ്മൾ ഇത് ഞാൻ പറഞ്ഞല്ല, നമ്മുടെ ജയിക്ക് സാറ് പറഞ്ഞാൽ അദ്ദേഹം IG ആയിരുന്നു, അല്ല DGP ആയിരുന്നു. അദ്ദേഹം പറഞ്ഞ്, നിങ്ങൾ വരുമോ, നമ്മൾ ഇപ്പോൾ അബ്രഹാമിൻ്റെ പ്രവാചകനൊക്കെ ബന്ധമുള്ളതാണ്, ജ്യേഷ്ഠനിയന്മാരാണ്. ജൂത ലോബി അല്ലെങ്കിൽ സിയോണിസ്റ്റുകൾ കൊന്നു എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് ന്യായം? എന്താണ് രീതി? അമേരിക്ക പോലും സഹായിച്ചിട്ടില്ല, ബ്രിട്ടൻ സഹായിച്ചിട്ടില്ല, റഷ്യ സഹായിച്ചില്ല. ഇവരെല്ലാം കത്തോലിക്കരൊക്കെയാണല്ലോ. അത് തന്നെയല്ല, ഒരു അനീതി നോക്കി. ആരാണ് ക്രിസ്തുദേവനെ കൊലപ്പെടുത്തിയത്? യഹൂദരാണല്ലോ. ആ യഹൂദരും ക്രിസ്ത്യാനികളും ഒരിക്കലും യോജിക്കാത്ത വിധത്താണ് ലോകത്ത് വേണ്ടത്. അങ്ങനെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് അമേരിക്ക ബ്രിട്ടൻ കൂടി ഇസ്രായേൽ അവരെ മിത്രമാക്കി. ഇപ്പോൾ ഇന്ത്യയിലെ ഒരു വിഭാഗം അവർ മിത്രമാക്കി. അത് സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി, കാര്യസാധ്യതയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ മറ്റൊരാളെ എതിർക്കാൻ വേണ്ടി. ഇനി അവസാന പോയിൻ്റാണ് എല്ലാവരും കേൾക്കേണ്ടത്. ഇതൊക്കെ ഇനി എത്ര കാലം പറയുമെന്ന് എനിക്കറിയില്ല. പല ശാരീരിക, ഇപ്പോൾ ഡോക്ടറുണ്ട് വരുന്ന വഴിയാണ്, പല ശാരീരിക വിഷയങ്ങളുണ്ട്. അതുകൊണ്ട് എത്ര നാൾ ഇനി ഇത് പറയാൻ പറ്റുന്നില്ല. ഒന്ന് നോക്ക് മക്കളെ, ബുദ്ധിമാന്മാർ, മനുഷ്യസ്നേഹികളെ, ഏതാണ്ട് 20% മുസ്ലിങ്ങൾ ഇന്ത്യയിൽ, അത്ര ഇല്ലെന്നാണ് പറയുന്നത്, ഉണ്ടെന്ന് വെച്ചു. ഇന്നത്തെ ഇന്ത്യ ഭരിക്കുന്ന കക്ഷിയുടെ പ്രധാന ശത്രു ഈ മുസ്ലിങ്ങളെ മാത്രം കണ്ടുകൊണ്ട് അവരെ എതിർക്കാൻ വേണ്ടി മാത്രം മുന്നോട്ട് നീങ്ങിയാണ് ഭരണം നിലനിർത്താൻ പോകുന്നത്. ഇന്ന് ABPയുടെ ജാതകമാണ്, എന്തൊക്കെയോ മുദ്രാക്കി വിളിച്ചിരിക്കുന്നത് മനസ്സിലായില്ല, ആൾക്കൂടെ തിരഞ്ഞില്ല. അതൊക്കെ നടത്തട്ടെ, അത് കുഴപ്പം. പക്ഷേ 20% വരുന്ന മുസ്ലിങ്ങളാണോ 80% വരുന്ന ഇന്ത്യയിലെ ഹിന്ദു സമൂഹത്തെ ശത്രു? ഒന്ന് ആലോചിച്ച് നോക്കി. അതിൻ്റെ വിരോധാഭാസം, അതിൻ്റെ ഫിലോസഫിക്കൽ വിലയിരുത്താൻ നോക്കുമ്പോൾ മനസ്സിലാക്കുന്നത്, ഈ 20% താഴെ മുസ്ലിങ്ങളാണോ 80% മുകളിലുള്ള ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ മുഖ്യ ശത്രു? ഈ 80% മുകളിലുള്ള ഹിന്ദുക്കളെ 20% താഴെയുള്ള മുസ്ലിങ്ങളെ കൂടി എന്ത് ചെയ്യാൻ പറ്റും? ഒന്ന് ആലോചിച്ച് നോക്കി. അവരെന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ ഹിന്ദുക്കളെ, ഹിന്ദു സമുദായത്തെ ലോകത്ത് ഏതെങ്കിലും രാത്രി 20% താഴെയുള്ള ഒരു ന്യൂനപക്ഷങ്ങൾ ഭൂരിപക്ഷ സമുദായത്തെ ഏതെങ്കിലും ആക്രമിക്കുകയോ ഭരണം കയ്യിൽ പെടുക്കുകയോ ചെയ്തിട്ടുണ്ടോ?
1000 കൊല്ലം ഇപ്പോൾ മുസ്ലിങ്ങളിലൂടെ ഭരിച്ചോന്നല്ലോ ഇന്ത്യ ഭരിച്ച ചക്രവർത്തിയായിട്ടും രാജാവൊക്കെ ആയിട്ട്. അപ്പോൾ 1000 വർഷം കൊണ്ട് ഇവിടെ ഹിന്ദു രാഷ്ട്രമാക്കാൻ പാടില്ലേ, അല്ലെങ്കിൽ മുസ്ലിം രാഷ്ട്രമാക്കാൻ പാടില്ലെന്നോ, അല്ലെങ്കിൽ മുസ്ലിങ്ങളെ വിധിയാൻ പാടില്ലേ? അവരെന്ത് ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും ഇന്ത്യയിൽ നിന്ന് 1 ഇഞ്ച് പണം പോലും 1 രൂപ പോലും വിദേശ കടത്തിക്കൊണ്ടല്ലോ. ബ്രിട്ടീഷിനെന്ത് ചെയ്തുകൂടെ? ബ്രിട്ടീഷുകാരുണ്ട്, പോർട്ടുഗീസുകാർ, ഡച്ചുകാരൊക്കെ അവർ ഇവിടെ അമൂല്യമായ വസ്തുക്കളെല്ലാം കൊണ്ടുപോയില്ലേ? അവരൊന്നും രാജ്യദ്രോഹികളല്ല. പക്ഷെ മുഗളന്മാരാണ് രാജ്യദ്രോഹികൾ എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ഈ സമൂഹത്തിനെ നയിക്കുന്ന നിയന്ത്രിക്കുന്ന നേതാക്കളെ നിങ്ങൾക്ക് എവിടെയോ തെറ്റ് പറ്റിയിട്ടുണ്ട്, തെറ്റ് പറ്റുന്നുണ്ട്. അതിൽ ഉദാഹരണം ഇപ്പോൾ നമ്മുടെ RSSൻ്റെ മുഖ്യ പ്രവാചകൻ മുഖ്യ ഭാരവാഹി പറഞ്ഞല്ലേ, ഇനി പള്ളിയുടെ അടിയിൽ പോയി കുഴി കൊണ്ട് കാര്യമില്ല, അത് ശരിയല്ല, അത് ബുദ്ധിമുട്ടാക്കുന്നു. അദ്ദേഹം പറഞ്ഞാൽ ആത്മാർത്ഥം ഉണ്ടെങ്കിൽ നല്ലത്. ഞാൻ ആത്മാർത്ഥം ഉണ്ടോ ഇല്ലെന്ന് അറിയില്ല, കാരണം അവർ പറയുന്നത് പ്രവൃത്തി വേറൊന്നാണ്. അതുകൊണ്ട് എന്തുമാത്രം ആത്മാർത്ഥതയുണ്ടെന്ന് സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റായ ഗ്രൂപ്പിനെ അത്രയും അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിലും അതിൽ ചില അർത്ഥങ്ങളുണ്ട്. ഏതായാലും ഒരു കാര്യം ചെയ്യാം, ഡു ഓർ ഡൈ എന്ന് മാറ്റി വച്ചിട്ട് മനുഷ്യനെ സ്നേഹിക്കുക, സ്വയം സ്നേഹിക്കുക. സ്വയം എന്നെ സ്നേഹിക്കണമെങ്കിലാണ് സ്മോക്ക് ഈസ് ഇഞ്ചുറീസ് ടു ഹെൽത്ത്. ആൽക്കഹോൾ ഉപയോഗിക്കുന്നത് ശരി നല്ലതല്ല എന്ന് പറയുന്ന എഴുതി വെച്ച ആ കുപ്പിയിൽ നിന്ന് ആൽക്കഹോൾ എടുത്ത് നമ്മൾ കഴിക്കുന്നു, സിഗരറ്റ് പാലും സിഗരറ്റ് വലിക്കുന്നു. അപ്പോൾ എനിക്ക് എന്നെപ്പോലും സ്നേഹിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ മറ്റാൾ സ്നേഹിക്കും? അങ്ങനെയുള്ളവരാകാതെ യഥാർത്ഥ മനുഷ്യസ്നേഹിയായി ജീവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങളത് ക്ഷമിക്കണമെന്നുകൊണ്ട് തിരുത്തണം പറയണം. പിന്നെ ഇത് എല്ലാവരും സാധാരണ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ചെയ്യാൻ പറയും. ഞങ്ങൾ പറഞ്ഞില്ല, പറയേണ്ട ആവശ്യം എല്ലാവരും ചെയ്യുന്നുണ്ട്. ഏതാണ്ട് ഒരു 10% പോലും ഇതിന് ചെയ്യാത്തവരില്ല. അപ്പോൾ ആ 10% നമ്മൾ പറയുകയാണ്, നിങ്ങളും ഈ ആശയത്തോട് യോജിക്കുന്നുണ്ടെങ്കിൽ ഇത് എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യണം, ഇതൊന്ന് പ്രോത്സാഹിക്കണം നീതിക്ക് വേണ്ടി. ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താം. നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.